ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ +2 ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ 5, ദാറ്റ് ഈസ് എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ആ ഒരു ചാപ്റ്ററിൻ്റെ ഡിസ്കഷനുമായിട്ടാണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒത്തിരി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അത് അപ്പം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ആക്കി വെക്കുക. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. യൂണിറ്റ് 5, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ്. നമ്മൾ ഇത്രയും നേരം നോക്കിയിട്ടുണ്ട്, അതായത് നമ്മുടെ 4 ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് ഉണ്ടായിരിക്കേണ്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇത്രയും കാര്യങ്ങളാണ് അതിന് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, സോ ലോങ് ദീസ് ഫാക്ടേഴ്സ് റിമെയിൻ സെപ്പറേറ്റഡ് ഓർ സ്കാറ്റേർഡ്, ദർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഇതൊന്നും ഇല്ലാതെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. എന്തായാലും തീർച്ചയായിട്ടും നമുക്കൊരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ തീർച്ചയായും പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഈ പറയുന്ന ഫാക്ടേഴ്സ് കൂടിയേ തീരുള്ളൂ, അല്ലേ? വേണം. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള സ്കിൽസും നോളജും അതിലേക്ക് വേണ്ട ഫാക്ടേഴ്സും എല്ലാം എഫക്റ്റീവായി നല്ല രീതിയിൽ കോമ്പിനേഷനായിട്ട് കിട്ടണമെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കൂടിയേ തീരുള്ളൂ. സോ ഇത്തരത്തിലുള്ള സ്കിൽസിനെയും നോളജിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മീനിങ്, ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, functions of marketing management, definition of advertising, qualities of a salesmanship and identifying the elements of marketing mix. Okay, so management എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ആണ്. നമ്മുടെ ഓർഗനൈസേഷനിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മിനിമം കോസ്റ്റിൽ മാക്സിമം റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ആർട്ടാണ് ആക്ച്വലി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു മേരി പാർക്കർ ഫോളറ്റ്, മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മാനേജ്മെൻറ്റ് ഈസ് വാട്ട് എ മാനേജർ ഡസ്. ഒരു മാനേജർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മാനേജ്മെൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പ് ഗോളുകൾ അച്ചീവ് ചെയ്യാനും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും ഡൈനാമിക് ആയിട്ടുള്ള ഓർഗനൈസേഷന് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാനും പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും ഒരേ സമയത്ത് നേടാനും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിലേക്കും ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സിനൊക്കെ എന്താവശ്യമാണ്? മാനേജ്മെൻറ്റ് കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ മാനേജ്മെൻറ്റിനെ സഹായിക്കുക, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് 5 ഫങ്ഷൻസ്. ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ 5 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പെർഫോമൻസ് അനലൈസിങ്ങിന്, അല്ലെങ്കിൽ പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ദർ ഷുഡ് ബി പ്രോപ്പർ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. സോ കൂൺസ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ഹിം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ 5 എണ്ണമാണ് വരുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. എന്താണ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഓക്കെ, വി ആർ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണോ നമ്മൾ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കുന്നു, ചിന്തിക്കുന്നു, ചില അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാനിങ് എന്ന് വിളിക്കുക. പ്ലാനിങ്ങിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. 5 സ്റ്റെപ്സാണ് പ്ലാനിങ്ങിൽ വരുന്നത്. എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് ദ പ്ലാനിംഗ് പ്രിമൈസസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഫോർമുലേറ്റിംഗ് ഡെറിവേറ്റീവ് പ്ലാൻസ് ആൻഡ് സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇത്രയും കാര്യങ്ങൾ വന്നാലേ പ്ലാനിങ് എന്ന് നമുക്കവിടെ പറയാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫങ്ഷൻസ് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, ഡ്യൂട്ടീസ് കൊടുക്കുക, അവരുടെ ടാസ്കുകൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ ഇടയിലുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ആവശ്യ സമയത്ത് റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുക, അത് കൃത്യമായ പ്ലാൻ അനുസരിച്ച് ക്യാരി ഔട്ട് ചെയ്യുക. ഓർഗനൈസിങ്ങിൽ ആക്ച്വലി മാൻ പവറിനെ ബ്രിങ്ങിങ് ടുഗെദർ, മാൻ പവർ, മെറ്റീരിയൽ റിസോഴ്സസ്, ഇതിനെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക? ഓർഗനൈസിങ് എന്ന് വിളിക്കുക. അടുത്താണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് ഈസ് എ മാനേജ്മെൻറ്റ്
മാനേജീരിയൽ ഫംഗ്ഷൻ വിച്ച് ഡീൽസ് വിത്ത് ദ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് സ്യൂട്ടബിൾ പേഴ്സൺസ് ടു ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന് മാച്ച് ആയിട്ടുള്ള വേക്കൻസികൾ വളരെ കറക്റ്റായിട്ടുള്ള റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവരെ ഇൻസ്പയർ ചെയ്യുക, സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ നേടിയെടുക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ലീഡ് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇതിനെയൊക്കെയാണ് എന്ത് വിളിക്കുക? ഡയറക്റ്റിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഡയറക്റ്റിങ്ങിൽ 4 എലമെൻറ്റ്സ് ആണ് മെയിനായിട്ട് വരുന്നത്: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? കൺട്രോളിംഗ് എന്ന് വിളിക്കുക. അഥവാ അങ്ങനെയല്ല പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുകയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിനെ ആക്കുകയും വേണം. അതിന് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? സോ 5 പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺട്രോളിങ്ങിൽ ആദ്യം നോക്കുന്ന സ്റ്റെപ്പ് തന്നെ സ്റ്റാൻഡേർഡ് ആദ്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യണം. എന്നിട്ട് ആക്ച്വലും സ്റ്റാൻഡേർഡ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കണം. സോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ മെയിനായിട്ട് വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൽ ഹെൻറി ഫയോൾ നമുക്ക് 14 പ്രിൻസിപ്പിൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 14 പ്രിൻസിപ്പിൾസും ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളത് ഹെൻറി ഫയോൾ ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഹീ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. അദ്ദേഹം തന്നിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഡിവിഷൻ ഓഫ് വർക്ക്, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, order, stability of personnel, esprit de corps, subordination of individual interest to general interest, centralization and decentralization, authority and responsibility, unity of command, scala chain, equity, initiative, remuneration of employees. ഇത്രയുമാണ് അദ്ദേഹം തന്നിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 14 എണ്ണവും നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. 14 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ദാറ്റ് ഈസ് ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഇത്രയും മാനേജ്മെൻറ്റിന് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ ഗുഡ്സും സർവീസും പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇതിനെയാണ് എന്ത് വിളിക്കുക? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുക. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പെർഫോമൻസ് of business activities that direct the flow of goods and services through producers to consumer. ഉൽപ്പാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് സാധനങ്ങളും സേവനങ്ങളും എത്തിച്ചേരുന്നതിനുള്ള എല്ലാ പ്രോസസ്സുകളും എന്തിൽ പെടും? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ പെടും. കസ്റ്റമേഴ്സിൻ്റെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സാറ്റിസ്ഫൈ ചെയ്ത് വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് വരുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അതിൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസിനെ 3ആയി തിരിച്ചിട്ടുണ്ട്: ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ഇതിൽ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് ആണ് ഒത്തിരി ഉള്ളത്. ഇതിൽ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്നതാണ് ബൈയിങ്, അസംബ്ലിങ് ആൻഡ് സെല്ലിങ്. അതെന്താണ് ബൈയിങ് എന്ന് വെച്ചാൽ? ബൈയിങ് മീൻസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ദ യൂസ് ഓഫ് മാനുഫാക്ചറിങ് ഫോർ ദ പർച്ചേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് റീസെയിൽ. അതായത് ബൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റോ മെറ്റീരിയൽസ് വാങ്ങിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനിഷ്ഡ് ഗുഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിനെയാണ് ബൈയിങ് എന്ന് വിളിക്കാം. അസംബ്ലിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ വളരെ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മളത് ഒരു കോമൺ റൂഫിൻ്റെ അണ്ടറിൽ അത് സൂക്ഷിച്ച് വെക്കുന്നതിനെയാണ് അസംബ്ലിംഗ് എന്ന് വിളിക്കാം. സെല്ലിംഗ് എന്ന് വിളിച്ചാൽ എന്താണ്? സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ ടു എക്സ്ചേഞ്ച് ഓഫ് എ മണി. സെല്ലറിൽ നിന്ന് ഓണർഷിപ്പ് മണി വാങ്ങിച്ചുകൊണ്ട് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെല്ലിംഗ്. ഒരു സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സെല്ലിങ്ങിലൂടെയാണ്.
അടുത്തൊരു ഫംഗ്ഷനാണ് ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ. അതിൽ വരുന്നതാണ് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസ്. സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഗുഡ്സ് നല്ല രീതിയിൽ സ്പോയിൽ ആവാതെ കൺസംഷൻ ആകുന്നത് വരെ സ്റ്റോർ ചെയ്ത് പ്രിസർവ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് സ്റ്റോറേജ് എന്ന് വിളിക്കുക. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പോസിബിൾ ആക്കി കൊടുക്കുന്നത് വെയർഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ അതിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആണ്. ഒരു സ്ഥലത്ത് നിന്നും പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് കൺസംഷൻ പ്ലേസിലേക്കുള്ള ഗുഡ്സ് മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കുക. പിന്നെ ഫൈനാൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനാൻസിങ് മാർക്കറ്റിൽ ഒത്തിരി വലിയൊരു റോള് തന്നെ ചെയ്യുന്നുണ്ട്. കാരണം സമയത്ത് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കാനും പ്രൊഡക്ഷൻ നടക്കാനൊക്കെ എന്താവശ്യമാണ്, ഫൈനാൻസിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻസിൽ നോക്കേണ്ടത് ഫൈനാൻസിങ്, റിസ്ക് ടേക്കിംഗ്, മാർക്കറ്റ് റിസർച്ച്, സ്റ്റാൻഡർഡൈസേഷൻ, ഗ്രേഡിംഗ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ്, പ്രൈസിംഗ്, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ഒക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ റിസ്ക് എടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഒത്തിരി നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വിറ്റ് പോകുന്നൊന്നും ഉറപ്പില്ല. അത് മാത്രമല്ല ഫ്ലഡ്, എർത്ത് ക്വേക്ക്, ഫയർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതൊക്കെ ഒരു വലിയ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ റിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ മാർക്കറ്റിംഗ് റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അതെങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങി കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം, അവരുടെ അനിഷ്ടം, ലൈക്സ്, ഡിസ്ലൈക്സ്, പ്രിഫറൻസ്, ടേസ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മാർക്കറ്റിൻ്റെ നല്ല രീതിയിൽ തന്നെ റിസർച്ച് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം എന്താണ് ശരിക്കും ആളുകൾക്ക് വേണ്ടതെന്ന്. എന്നിട്ട് വേണം അങ്ങനത്തെ പ്രൊഡക്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും സെല്ല് ചെയ്യാനും. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് ആണ്. അത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ഡിസൈറബിൾ ക്വാളിറ്റിയുടെ ബേസിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വിളിക്കുക. ഗ്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ, സൈസിൻ്റെ അടിസ്ഥാനത്തിൽ, വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഷേപ്പിൻ്റെയും കളറിൻ്റെയും ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഓരോരോ പ്രൊഡക്റ്റിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ഗ്രേഡിംഗ് എന്ന് വിളിക്കുക. പിന്നെ വരുന്നതാണ് ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്ന് വെച്ചാൽ അതൊരു നെയിം, സൈൻ, സിമ്പൽ അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ദീസ് ഐറ്റംസ് ആണ് എന്ത്, ബ്രാൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് പ്രോപ്പറായി ആളുകളിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ അവിടെ കിടക്കും. അപ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും ന്യൂ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പ്രൊഡക്റ്റ് പ്രൈസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യാനും പർച്ചേസിങ് ഈസി ആക്കാനും കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനും കസ്റ്റമേഴ്സുമായിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്ത് ആവശ്യമാണ്, അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമാണ്. സോ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻഫർമേഷൻ ഇൻറ്റൻഡ് ടു പെർസ്യൂട്ട് ദ ബയേഴ്സ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അതായത് ആളുകളെ കൊണ്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊമോഷണൽ ടൂളാണ് എന്ത്, അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഒരു ഇംപേഴ്സണൽ ആണ്, പെയ്ഡ് ഫോം ആണ്. ഓക്കെ. പിന്നെ വരുന്നതാണ് സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയും. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓറൽ പ്രസൻറ്റേഷനാണ്. അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ, നമ്മുടെ ഒരു ഫോമിനെ കുറിച്ചിട്ട് ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓറലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാൻ നോക്കുകയാണ് സെയിൽസ്മാൻഷിപ്പിലൂടെ ചെയ്യുന്നത്. ഒരു നല്ലൊരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത് നല്ലൊരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വേണം, നല്ല മെമ്മറി കപ്പാസിറ്റി വേണം, ഹോണസ്റ്റ് ആയിരിക്കണം, ലോയൽ ആയിരിക്കണം, അത്യാവശ്യം നല്ലൊരു കറേജസ് ആയിരിക്കണം, പിന്നെ നല്ലൊരു ടാക്ട്ഫുൾനെസ് വേണം, കസ്റ്റമറുമായിട്ട് നല്ല രീതിയിലൊരു പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം, നല്ലൊരു സൗണ്ട് ഹെൽത്ത് ഉള്ള ഒരാളായിരിക്കണം, പിന്നെ നല്ലൊരു ഇൻട്രസ്റ്റ്, ജോലി ചെയ്യാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കണം. പേഴ്സണൽ ക്വാളിറ്റീസ് ലൈക്ക് നല്ല പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, പേഷ്യൻസ്, പൊളൈറ്റ്നെസ് ഇതൊക്കെ വേണം. പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് നല്ല നോളജ് വേണം, എന്നാലേ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല രീതിയിലുള്ള പോസ്റ്റേഴ്സും ഫ്രണ്ട്ലിനെസ്സും വേണം, ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ ഉണ്ടായിരിക്കണം. പിന്നെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളും കൂടി ആയിരിക്കണം. പിന്നെ അടുത്ത നമുക്കിതിൽ പഠിക്കേണ്ട ഒരു ഏരിയയാണ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദ 4 എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഓക്കെ. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഉപയോഗിക്കുന്നത് അതൊക്കെ മാർക്കറ്റിംഗ് മിക്സിൽ വരും. മാർക്കറ്റിംഗ് മിക്സിനെ നമുക്കൊരു ടൂളായിട്ട് കാണാം. ഫേം യൂസ് ചെയ്യുന്ന ടൂൾ എന്തിനു വേണ്ടിയിട്ടാണ്, ടാർഗറ്റ് മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കാനും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനും. അപ്പോൾ അതിൽ വരുന്നതാണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റിൽ
പ്രൊഡക്റ്റിൻ്റെ കളറ്, ഡിസൈന്, ക്വാളിറ്റി, അതേപോലെ പാക്കേജിങ്, ലേബലിംഗ്, ബ്രാൻഡിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസിൻ്റെ ലെവല്, മാർജിൻസ്, പ്രൈസിങ് പോളിസി, പ്രൈസിങ്ങിൻ്റെ സ്ട്രാറ്റജീസ്, പ്രൈസ് ചേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേസിൽ ചാനൽ സ്ട്രാറ്റജി, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ലൊക്കേഷൻ, അതിൻ്റെ ലേ ഔട്ട്, സ്റ്റോഴ്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊമോഷനിൽ വരുന്നതാണ് അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻസ്. ഓക്കെ, സോ ഈ ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള ഒരു ഏരിയ വളരെയധികം നല്ല രീതിയിൽ തന്നെ നോക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്, ഒരു നല്ലൊരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ്, അതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് അഡ്വർടൈസിങ്ങും അതിൻ്റെ ബെനിഫിറ്റ്സ്. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് ഫങ്ഷൻസ്. നെവർ സ്കിപ്പ് ദിസ് പാർട്ട്. നല്ല രീതിയിൽ തന്നെ പഠിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോക്കേണ്ട കാര്യം കോൺസെപ്റ്റ്സ്, അതായത് ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കണം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കണം. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹെൻറി ഫൈവളുടെ 14 പ്രിൻസിപ്പിൾസും കാണാതെ പഠിച്ചു പോകുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ഏരിയ ആണ്, ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങും കോൺസെപ്റ്റ്സും നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു 5ാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് ചോദിക്കുക. അപ്പോൾ നല്ല സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ 5 എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതുപോലെ തന്നെ ഹെൻറി ഫൈവളുടെ 14 പ്രിൻസിപ്പിളായുള്ള ഡിവിഷൻ ഓഫ് വർക്ക്, അതേപോലെ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സ്കാലാച്ചെ, ഓർഡർ, ഇനീഷ്യേറ്റീവ് തുടങ്ങിയ 14 പ്രിൻസിപ്പിൾസ് നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ തന്നെ മാർക്കറ്റിംഗ് മിക്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ എലമെൻറ്റും നന്നായിട്ട് തന്നെ പഠിക്കുകയും വേണം. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേരി പാക്കർ ഫോളറ്റിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. സോ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.